ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സുനീറ കിച്ചൺ വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അലയിൽ ഒമാന് പോണ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അലയിൽ ഒമാനിക്ക് നമ്മൾ വിസിറ്റിംഗ് പുതുക്കാനൊക്കെ പോവില്ലേ, അപ്പോൾ അങ്ങനെ പോവാണ്. ബസ്സിലാണ് യാത്ര. അപ്പോൾ അങ്ങനെ പക്ഷെ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ കൊണ്ടുപോകണം, എത്ര ദിവസം അവിടെ സ്റ്റേ ചെയ്തു, അതുപോലെ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നാൽ നമ്മൾ ബസ്സിൽ ഇതപ്പോൾ അലയിൽ നിന്ന് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അലൈൻ ബസ് സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അലൈൻ ബസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അരമണിക്കൂറുള്ളൂ കേട്ടോ നമുക്ക് ബോർഡറിലെത്താൻ. അരമണിക്കൂർ അതായത് 2:05 ബസ് എടുത്ത് 2:35 നമ്മൾ ബോർഡറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോർഡറത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, നല്ല ഫൈന് വരുന്നുണ്ട്. അപ്പോൾ ബോർഡർ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് പിന്നീട് ഇടുള്ളൂ. അപ്പോൾ അതാ നമ്മൾ ഏകദേശം ബോർഡറിൻ്റെ അവിടേക്ക് എത്താറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബുറൈമിയാണ് നമ്മൾ ബോർഡർ വരുന്നത്. ഒമാൻ ബോർഡർ, UAE ബോർഡറും ഒമാൻ ബോർഡറും അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് പിന്നെ ഇനി ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഏകദേശം നമ്മുടെ ബോർഡർ ഞാൻ ദൂരം നിന്നുള്ള ഒരു വ്യൂസ് കാണിക്കാം. അപ്പോൾ അടുത്തുനിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ ബോർഡർ. അപ്പോൾ ഇനി നമ്മളെ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ബാക്കി ഇതിൽ ഇടുന്നത്. അപ്പോൾ നമ്മളെ ചെക്കിങ്ങിന് നമുക്ക് 1 മണിക്കൂറിലധികം നമുക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഒമാന് വിടാൻ പോവാണ്. അപ്പോൾ ഇതാ നമ്മളെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ബസ്സിലൊക്കെ കയറിയിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒമാനിലാണ് കേട്ടോ നമ്മൾ ബുറൈമി ബോർഡർ അത് കടന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നാട്ടിലത്തെ പോലെ തന്നെയാണ് കേട്ടോ, അലയിലത്തെ പോലെ തന്നെയാണ്. അതുപോലെ ഇവിടെ നല്ല കൃഷികളൊക്കെ ഉണ്ട് പറഞ്ഞില്ല, ആ കൃഷികളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇവിടെ ഈ പുറത്ത് ഈ കാണുന്നതൊക്കെ നല്ല കൃഷി ഉണ്ട്. അവിടെ തുണി കൊണ്ട് മറക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഒമാനിൽ നല്ല കൃഷികളൊക്കെ ഉള്ള നാട്ടിൻപുറം പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെയാണ് കേട്ടോ. അതിൽ കയറിയപ്പോൾ കണ്ടത് തന്നെ നമ്മളിപ്പോൾ അവിടുന്ന് കയറിയൊക്കെ തന്നെ നല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അലൈൻ്റെ പോലെ തന്നെയാണ്, എന്നാലും ഒന്നുകൂടി നാട്ടിൻപുറം പോലെ ഇത് കാണുമ്പോൾ വെറും നാട്ടിലെ ഓർമ്മ വന്ന് നമ്മൾ തട്ടുകട പോലെ ഇട്ടിട്ട് അതിൽ ചെറുപഴം ഉണ്ടല്ലോ അതിങ്ങനെ തൂക്കി വിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇനി പോണത് ബുറൈമി നമുക്ക് ഹോട്ടലിലാണ് കേട്ടോ സ്റ്റേ ചെയ്യാനുള്ളത്. ഹോട്ടലിൽ നമ്മൾ ബസ് ഇറങ്ങിയാൽ അവർ ഓരോ ഹോട്ടലിലേക്കും ഓരോ ട്രാവൽസിൽ നമ്മൾ പറഞ്ഞ് ഏൽപ്പിക്കില്ലേ, ആ ട്രാവൽസുകാരെ ഇതിനനുസരിച്ച് നമ്മളെ കൊണ്ടുപോകും ഓരോ ഭാഗത്തേക്കും ഓരോ ഹോട്ടലിലേക്ക് കുറച്ച് പേര്. അപ്പോൾ പകുതി ലേഡീസും പകുതി ബോയ്സും ഉണ്ട് കേട്ടോ ഞങ്ങൾ ബസ്സിൽ. അപ്പോൾ സീറ്റ് ഫുള്ളായിരുന്നു ആളുകൾ, കുട്ടികളും ഉണ്ട്. ഫാമിലി ആയിട്ട് വന്നവരൊക്കെ ഈ വിസിറ്റിങ്ങിന് വന്നവരൊക്കെ വിസിറ്റിംഗ് പുതുക്കാനൊക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ വിസയായിരുന്നു, എൻ്റെ വിസ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് വിസിറ്റിംഗ് എടുക്കണമെങ്കിൽ ഒമാനിക്ക് പോകണമെന്ന് പറഞ്ഞു. വിസിറ്റിംഗ് വിസയിൽ നമ്മൾ നിന്നിട്ട് 1 മാസത്തെ വിസിറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഒമാനിൽ പോകണ്ട, വിസയിലാവുമ്പോൾ നമുക്ക് ഒമാനിൽ പോകണം. അതുപോലെ വിസിറ്റിംഗ് വിസയിൽ നമ്മൾ 2 മന്തായിട്ട് എടുക്കുകയാണെങ്കിലും നമ്മൾ ഒമാനിൽ പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്നവരാണ് ബസ്സിൽ ഫുള്ളായിട്ടുള്ളവർ. അതുപോലെ നമ്മൾ പോകുമ്പോൾ ഒരു 3 ദിവസത്തിനുള്ള ഡ്രസ്സ് എന്തായാലും നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. ഡ്രസ്സ്, അതുപോലെ തോർത്ത്, സോപ്പ്, എണ്ണ, അങ്ങനെ നമ്മൾ കുളിക്കാനുള്ളതും ഒക്കെ. പിന്നെ ഫുഡൊക്കെ നമ്മളുടെ ക്യാഷിന് നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കുകയോ ചെയ്യണം. അപ്പോൾ അതിനുള്ള ക്യാഷും നമ്മൾ കയ്യിൽ കരുതണം കേട്ടോ. പിന്നെ അതുപോലെ റൂമിൻ്റെ റെൻറ്റും നമ്മൾ കയ്യിൽ കരുതണം. അപ്പോൾ റൂമിൻ്റെ റെൻറ്റ് പറഞ്ഞാൽ നമ്മൾ വിസ എടുക്കുമ്പോൾ പറയും. അപ്പോൾ കൂടുതൽ ക്യാഷ് കൊടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ 2 ദിവസത്തേക്ക് റെൻറ്റ് അവർ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വിസയ്ക്ക് എനിക്ക് 1 ദിവസത്തെ റെൻ്റാണ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഫ്രീ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കണം. അപ്പോൾ 1 ദിവസത്തിന് 30 ദിർഹംസാണ് കേട്ടോ അവർ വാങ്ങണത് അവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ചെന്ന് പിറ്റേ ദിവസത്തേക്ക് തന്നെ വിസ ശരിയായി പോരുകയാണെങ്കിൽ ക്യാഷിൻ്റെ ആവശ്യം വരില്ല. പക്ഷേ ഓരോരുത്തർക്കും 1 ദിവസം, ചിലർക്ക് 2 ദിവസം, ചിലർക്ക് 3 ദിവസം, ചിലർക്ക് ഒരാഴ്ച, അങ്ങനെയൊക്കെ ടൈം എടുക്കുന്നുണ്ട്. ഓരോ ടൈം വിസ പാസ്സാവുന്നതിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോരുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കുറച്ച് ക്യാഷ് കയ്യിൽ കരുതന്നെ നല്ലത്. ബാക്കിയുണ്ടെങ്കിൽ തിരിച്ച് കൊടുത്താലും കുറഞ്ഞ് പോകരുത്. പിന്നെ അവിടുത്തെ പൈസയും ഇവിടുത്തെ പൈസയും നല്ല മാറ്റമുണ്ട്. UAE ദിർഹംസ് അതും 1 റിയാലാണ് UAEയിലെ 10 ദിർഹംസ് കേട്ടോ. അപ്പോൾ അത്രയും ചേഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് ദിർഹംസിൻ്റെ കണക്ക് തന്നെ അവർ പറയുള്ളൂ, ഇത്ര പൈസ എന്നാണ് പറയുള്ളൂ. അപ്പോൾ ദിർഹംസാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്, റിയാലാക്കി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മളിതാ ഒമാന് നമ്മളെ ബസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് ബസ് സ്റ്റേഷന്. അപ്പോൾ ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് അവർ ഹോട്ടലിലേക്ക് ഓരോരുത്തരും ഓരോ റൂമിലേക്ക് കൊണ്ടുപോവുക. ഓരോ ട്രാവൽസ് എന്ന് പറഞ്ഞതിനനുസരിച്ചുള്ള ഓരോ ഹോട്ടലിലേക്ക് അവർ കൊണ്ടുപോവുക. അപ്പോൾ ഓരോ ഹോട്ടലിൽ ഓരോരുത്തർ ഒഴിഞ്ഞു പോകുമല്ലോ, ഓരോ ദിവസം കുറേ ആൾ തിരിച്ച് പോകുന്നുണ്ട്, അതേപോലെ ആളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇവർക്ക് നല്ലൊരു വരുമാനമാണ് ഈ വിസിറ്റിംഗ് പുതുക്കാൻ ഒമാനിക്ക് വരുന്നത്. അപ്പോൾ ഈ റെഡ് ആൻഡ് വൈറ്റ് ബസ് കണ്ടില്ല, ഈ ബസ്സാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളതും സെയിം ബസ് തന്നെയാണ്.
അപ്പോൾ രാവിലെ ആകെ ഒരു ടൈമുള്ളൂ ബസ് റൂട്ട് അങ്ങോട്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ബസ്സിൽ വന്നവരാണിത്, പകുതി ലേഡീസും പകുതി ബോയ്സൊക്കെ. അപ്പോൾ കുറേ ആളെ ഫിലിപ്പീൻസിൻ്റെ അങ്ങനെയുള്ള ഒരു കുറച്ച് പേരെ വേറൊരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളിതാ ബസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടൽ തന്നെയാണ്, നടന്ന് വരാനുള്ളൂ. ഇത് 4ാം നിലയാണ് കേട്ടോ, 4th ഫ്ലോർ. ഞങ്ങൾ ഇതിലാണ് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി പേര്. അപ്പോൾ അവരുടെ അടുത്ത് വന്നപ്പോൾ എടുത്ത വ്യൂ ആണ്. ഞങ്ങൾ നോമ്പൊക്കെയാണ്. അപ്പോൾ നമ്മൾ മേലേക്ക് പോയതാണ്. ഞങ്ങളുടെ റൂമിൽ നിന്ന്, ഞങ്ങളൊരു 2nd ഫ്ലോറിലാണ്. ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കിയാലുള്ള വ്യൂ ഇതാണ് കേട്ടോ. ഇവിടെ കാർ വാഷിൻ്റെ ഇതുണ്ട്, ബക്കാലുകളുണ്ട്, അതുപോലെ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. അതുപോലെ ജെൻസിൻ്റെ മെൻ എന്ന് പറഞ്ഞൊരു ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ജെൻസിൻ്റെ ഡ്രസ്സിൻ്റെ ഷോപ്പ്, അങ്ങനെ ഫ്രഷ് ജ്യൂസിൻ്റെ ഇത് എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ ഒക്കെ വൈകിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്, പകലൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നോമ്പായിരുന്നു. നോമ്പ് 25-നാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് കൂടെ ഒന്ന് റൗണ്ട് ചെയ്യുക, ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. രാവിലെ ശരിയാവുകയാണെങ്കിൽ രാവിലെ നമുക്ക് പോകേണ്ടതല്ലേ, തിരിച്ച് പോകേണ്ടതല്ലേ. അപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങി. ഞങ്ങളൊന്ന് ഫുള്ള് ഒന്നൊരു 10 മണിക്ക് ശേഷം ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല സ്ഥലങ്ങളുണ്ട്, അതുപോലെ നല്ല ഷോപ്പിംഗ് മാളുകളും റെസ്റ്റോറൻറ്റുകളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊന്നും വാങ്ങിയൊന്നുമില്ല, ഞങ്ങൾ നേരെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തു. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന അന്ന് രാത്രിയാണത്, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് നടന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു 10 മണിക്ക് ഇറങ്ങിയിട്ട് ഒരു 10:30 ആയപ്പോഴത്തേന് ഞങ്ങൾ റൂമിൽ തന്നെ തിരിച്ച് പോയിട്ടോ. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10:30 വരും. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത് ആബിദ്ക തട്ടുകട എന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ അവർ ഫുഡ് വരുമ്പോഴത്തേന് ഞങ്ങൾ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10:30 ഫുഡ് വന്നിട്ട് ഞങ്ങളൊരു 12 മണിക്കൊക്കെ കഴിച്ചിട്ട് കടന്ന്, കാരണം നോമ്പല്ലേ, പിന്നെ രാവിലെ ഒന്നും കഴിക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. രാവിലെ ഒമാൻ ചിപ്സിൻ്റെ വണ്ടി നിൽക്കണുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഷോപ്പിംഗ് മാളും ഒന്നും തുറന്നിട്ടില്ല, റെസ്റ്റോറൻറ്റ് ബക്കാലൊന്നും തുറന്നിട്ടില്ല. കാർ വാഷിൻ്റെ മാത്രമാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് മെയിൻ റോഡ് അടക്കം നോക്കിയാൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 മണി വരെ ഒന്നും കിട്ടില്ല. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരുന്ന ആളും പറഞ്ഞത് അവർ 3 മണിക്ക് ഉച്ചയ്ക്ക് തുറക്കും, എന്നിട്ട് ഇതൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ എങ്ങനെയായാലും 3 മണി 4 മണിയാവും ഫുഡ് കിട്ടാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചിമാർക്കൊക്കെ നോമ്പ് പോലെ തന്നെയാണ് കേട്ടോ. ഒന്നും കഴിച്ചിട്ടില്ല, അവരും വൈകിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഫുഡ് ഓർഡർ ചെയ്യുന്ന ആളും പറഞ്ഞത് വൈകിട്ടാണ് കിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ കിടക്കുക, ഇരിക്കുക, നിസ്കരിക്കുക, അത് അങ്ങനെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഫുള്ള് വെയിലാണ്. അപ്പോൾ പകൽ ഫുള്ള് ഇരുന്നിട്ടും കിടന്നിട്ടും നമ്മൾ ഇരിക്കണം, അത്രയാണ്. നമ്മളെ കൂടെ നമ്മളെ ഹസ്ബൻഡോ അതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് തരും. ഒമാൻ ഫുള്ള് അങ്ങോട്ട് പോയിട്ട് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റൂം കണ്ടിട്ടില്ലല്ലോ. നമ്മളെ റൂം ഇതാ ഫുള്ള് 2nd ഫ്ലോറിൽ നേരെ കയറി വന്നാൽ 201 നമ്മളെ റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നേരെ തുറന്നാൽ ഇതുപോലൊരു വഴിയാണ്, ഹാള് കേട്ടോ. അപ്പോൾ അത് നേരെ കാണുന്നത് കിച്ചണാണ്. ഈ പുറത്തേക്കാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് കേട്ടോ. പിന്നെ ഇതാ ഞാൻ നേരെ കിച്ചൺ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കിച്ചണിലാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ടേബിളും സ്റ്റൂളൊക്കെ ഉണ്ട് കേട്ടോ. കഴുകാനുള്ള ഇതുണ്ട്, വാഷ് ചെയ്യാൻ. അതുപോലെ ഹീറ്ററുണ്ട്, ഫാനൊക്കെ ഉണ്ട്. അതുപോലെ കെറ്റിലുണ്ടായിരുന്നു കേട്ടോ. ചായ നമുക്ക് വേണമെങ്കിൽ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കെറ്റിലും അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് കിച്ചൺ കേട്ടോ. ഇനി നേരെ പോയാൽ നമ്മൾ കയറി വരുമ്പോൾ ഫസ്റ്റാണ് നമ്മളെ ബെഡ്റൂം, അതിൽ തന്നെയാണ് നമ്മളെ വാഷ്റൂം ഉള്ളത് കേട്ടോ. അപ്പോൾ 7 ബെഡാണ് നമ്മളെ റൂമിലുണ്ടായിരുന്നത്. ഓരോരുത്തർക്കും ഓരോ ബെഡ് കണ്ടോ. എല്ലാവർക്കും ഓരോ ബെഡുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സെപ്പറേറ്റ് ബെഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പിന്നെ വാഷ്റൂം കാണുന്നത് കേട്ടോ. അവിടുന്ന് ഇതാ ഈ ജനലിൽ കൂടെ നമുക്കിത് ഗ്ലാസിൻ്റെ ഉണ്ട്, നെറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് നേരെ കാണാം. അപ്പോൾ നല്ല കാറ്റും ഇതൊക്കെ വരും. രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് തണുപ്പൊക്കെ കിട്ടും കേട്ടോ, ജനൽ തുറന്നിട്ടാൽ. പക്ഷേ AC ഫാനൊക്കെ ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതാ ഇവിടുന്ന് പകൽ കണ്ടോ എല്ലാം അടവാണ് കേട്ടോ, ഒന്നും കാണുന്നില്ല, ഒക്കെ അടച്ചിട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ കാർ വാഷ് മാത്രം ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കണ്ടോ എക്സ്മെൻ പറഞ്ഞ ഒരു ജെൻസിൻ്റെ ഡ്രസ്സ് കട ഉണ്ട്. അതുപോലെ റാഷിദ് അലി കഫ്തീരിയ ഉണ്ട്. അതുപോലെ അവിടെ നിറയെ ബക്കാലകളും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കാർ വാഷ് മാത്രം ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് 2ാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ദിവസം ഞാനൊരു താത്തി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൂമിൽ തന്നെയാണ് കേട്ടോ നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2ാമത്തെ ദിവസം ഇപ്പോൾ ഇതാ വൈകിട്ടായപ്പോൾ തന്നെ വീണ്ടും നമ്മുടെ കൂടെ വന്നിട്ടുള്ള കുറച്ച് പേരുണ്ടായിരുന്നു മുകളിൽ, 4ാമത്തെ ഫ്ലോറിൽ അവരെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി പോയതാണ്. ഇവിടെ മുസ്ലിംസൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കൂടെ നോമ്പ് തുറക്കാനായിട്ടോ പോയിരുന്നത്. അപ്പോൾ അവിടുന്ന് നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങളെല്ലാവരും പുറത്ത് ഇറങ്ങി ഒന്ന് ഷോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഇതിന് മുന്നേ 2-3 പ്രാവശ്യം വിസിറ്റിങ് പുതുക്കാൻ വേണ്ടി ഒമാനിക്ക് വന്നതുകൊണ്ട് അവർക്കെല്ലാം അറിയാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ കൂടെ ഷോപ്പ് ചെയ്യാൻ അവർ ഷോപ്പിലേക്ക് പോകുമ്പോൾ അവരുടെ കൂടെ ഇറങ്ങിയതാണ് കേട്ടോ. ഇത് 2ാമത്തെ ദിവസമാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എന്തായാലും ഞങ്ങളെല്ലാവരും പോകുകയെന്നുള്ളത്, വിസയൊക്കെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളൊക്കെ പോവാണ്. അപ്പോൾ അന്ന് തലേ ദിവസമാണ് അവർ ഡ്രസ്സൊക്കെ എടുക്കാറുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 1 റിയാലിൻ്റെയൊക്കെ ഷോപ്പാണ്.
പിന്നെ ഇവർക്ക് 5 ദിർഹംസിന്, അതായത് 1/2 പൈസ, 1/2 റിയാലിനുള്ള ഡ്രസ്സ് കുട്ടികൾക്ക് പറ്റിയതൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരഞ്ഞെടുത്ത് എടുക്കണം എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ അവർക്ക് ഒരുപാട് കിട്ടി. കുട്ടികൾക്ക് പറ്റിയതൊക്കെ ഒരുപാട് കിട്ടി. ടോയ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ കുറച്ച് വീഡിയോസ് അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ എനിക്ക് പോകാൻ പറ്റിയില്ല. അവരൊക്കെ പോയി, ഞാൻ മാത്രം ബസ്സിൻ്റെ അവിടെ പോയിട്ട് തിരിച്ച് പോരുക ചെയ്തത്. കാരണം എനിക്ക് ബസ് നമുക്ക് വിസ ശരിയായാലും നമുക്ക് ബസ്സിനുള്ള സീറ്റ് നമുക്ക് കൺഫേംഡ് ആവണം, എന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ അവിടെ നിന്ന് പോയില്ലല്ലോ, അതിൻ്റെ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞങ്ങളെ കൂടെ അവർ പോയപ്പോൾ ഭയങ്കര സങ്കടമായി. എന്നിട്ട് പിന്നെ വീണ്ടും റൂമിലേക്ക് തന്നെ തിരിച്ചു പോന്നു. പക്ഷേ ആദ്യം തന്നെ നമുക്ക് അറിഞ്ഞിക്കുകയാണെങ്കിൽ ബസ്സിൻ്റെ അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. അവർ ബസ്സിൻ്റെ അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല, ലിസ്റ്റിൽ പേരുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാലും അവർ പറഞ്ഞു വിസയ്ക്ക് രാവിലെ റെഡി ആയതല്ല, ചിലപ്പോൾ ഉണ്ടാവും പറഞ്ഞിട്ട് നേരെ ബസ്സിൻ്റെ അവിടെ പോയത്. അപ്പോൾ എന്തായാലും പോയത് വെറുതെ നല്ല സങ്കടമായി, തിരിച്ചു പോന്നു. അപ്പോൾ പിന്നെ അന്ന് വൈകിട്ട് വീണ്ടും നമുക്ക് റൂമിലേക്ക് ആൾ വന്നല്ലോ. രാവിലെയും വൈകിട്ടുമാണല്ലോ. രാവിലെ പോവുക, 11 മണിക്ക് ബസ് എടുക്കും. വൈകിട്ട് 4:30 അടുത്ത ബസ്സിൽ ഇങ്ങോട്ട് ആളെത്തും. അല്ലെങ്കിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ആളെത്തും. അപ്പോൾ അങ്ങനെ ആ ബസ്സിൽ 3 പേര് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിയും പിന്നെ 3 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടി ടോയ്സിനൊക്കെ കരയായിരുന്നു, ഉപ്പാനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ടോയ്സ് വാങ്ങണം പറഞ്ഞപ്പോൾ ഞാൻ തലേ ദിവസം ഇതുപോലെ മറ്റവരുടെ കൂടെ വന്നതുകൊണ്ട് എനിക്ക് അന്ന് തന്നെ ഇവരുടെ കൂടെ ഞാൻ വന്നവർക്ക് ഷോപ്പ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ കുറേ പർച്ചേസ് ചെയ്തു. അപ്പോൾ നമ്മൾ ബാക്കി കുറച്ച് വീഡിയോസ് കൂടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവർ റൂമിൽ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, നല്ല ചെറിയും കളിയും നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ അതുവരെയുള്ള സങ്കടമൊക്കെ മാഞ്ഞു. അപ്പോൾ അവരുടെ കൂടെ വന്നതാണ്. അപ്പോൾ ഇവിടെ ബാക്കി വീഡിയോസ് കൂടി എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ കേക്കിൻ്റെ ഐറ്റംസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ കുറേ ടോയ്സും ഡ്രസ്സും ഒക്കെ അവരും എടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും. അപ്പോൾ എങ്ങനെയായാലും ബാക്കി വീഡിയോസ് കൂടി അപ്പോൾ ഞാൻ എടുക്കുകയും ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരുമ്പോൾ നമുക്ക് വിസ പാസ്സായാലും ബസ്സിൽ സീറ്റ് കൺഫേംഡ് ആണോ എന്ന് നോക്കണം. അതുപോലെ നമ്മളെ കയ്യിൽ ക്യാഷ് അത്യാവശ്യം കരുതി ഇങ്ങനെയൊക്കെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ക്യാഷ് കരുതി പോരും ചെയ്യുക. കാരണം ഇവിടെ വന്ന് നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമ്മളാകെ കുടുങ്ങിപ്പോവും. അപ്പോൾ ക്യാഷ് കരുതുക. നമ്മൾ 2 ദിവസം 3 ദിവസം നിൽക്കേണ്ടി വരുമെന്ന് അറിയില്ലല്ലോ. ഒരു ദിവസത്തിന് 30 ദിർഹംസ് നമുക്ക് കൊടുക്കണം റെൻ്റായിട്ട്. പിന്നെ ഫുഡ് വേണ്ട, നോമ്പാവുകൊണ്ട് അധികം ചിലവില്ല. കാരണം രാവിലെ നോമ്പ് തുറക്കുമ്പോൾ ഫ്രൂട്ട്സും ഇതൊക്കെ വേണമെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെ, അല്ലെങ്കിൽ നമ്മളത് വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ജ്യൂസ് വാങ്ങണമെങ്കിലൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ഞാനൊരു അവക്കാഡോ ജ്യൂസ് വാങ്ങിയപ്പോൾ എനിക്ക് 8 ദിർഹംസാണ് വന്നത്. അതുപോലെ ബിരിയാണി ആണെങ്കിൽ 10 ദിർഹംസ് വരുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഓരോന്നിനും ഓരോ റേറ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ കയ്യിൽ നമുക്ക് കഴിക്കണമെങ്കിൽ വെള്ളം വാങ്ങണമെങ്കിൽ അടക്കം ക്യാഷ് വേണമല്ലോ. അപ്പോൾ വെള്ളത്തിന് 1 ദിർഹംസ്, അങ്ങനെ എല്ലാം വാങ്ങി നമ്മൾ റൂമിൽ വാങ്ങിയിട്ട് വെക്കുക ചെയ്യുക അവനക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ നോമ്പാവുകൊണ്ട് നമ്മൾ വൈകിട്ട് നമ്മൾ ബുക്ക് ചെയ്താൽ അവർ നോമ്പ് തുറക്കുമ്പോൾ എല്ലാം വേണമെങ്കിൽ സെറ്റായിട്ടുള്ളത് അങ്ങനെയും കിട്ടും കേട്ടോ, നോമ്പിൻ്റെ കിറ്റ്. അപ്പോൾ നമ്മൾ ജ്യൂസ് വാങ്ങി വെള്ളവും ഫ്രൂട്ട്സും കഴിച്ചാൽ പിന്നെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഒരു 10-12 മണിക്കാണ് പിന്നെ ഫുഡ് കഴിച്ചിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് വിശക്കുകയെന്നുണ്ടെങ്കിൽ വല്ല ജ്യൂസും സാൻഡ്വിച്ച് എന്തെങ്കിലും വാങ്ങിയിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. പിന്നെ അത് നോമ്പില്ലെങ്കിൽ നമുക്ക് രാവിലത്തെയും ഉച്ചക്കത്തെയും രാത്രിക്കത്തെയും 3 നേരത്തെ ഫുഡ് വേണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ക്യാഷ് കൊണ്ട് പോവുക. അതുപോലെ റെൻറ്റ് നമ്മൾ നിൽക്കുന്നതിനനുസരിച്ച് റെൻറ്റ് അത് ട്രാവൽസ് എന്ന് ചോദിച്ചാൽ അവർ പറയും, അതിനനുസരിച്ച് നമ്മൾ റെൻറ്റും കയ്യിൽ കരുതിയിട്ട് പോരാം. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം വന്നിട്ട് ഞാൻ പോന്നിട്ടും 2 ദിവസം കഴിഞ്ഞിട്ട് അവർ പോന്നിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അതിൽ കുടുങ്ങുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പാസ്സായി കിട്ടുമ്പോൾ പെട്ടെന്ന് പോരാ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അപ്പോൾ ഒമാന് പോയോണ്ട് ഞാനിതായി കണ്ട നമുക്കുള്ള അറിവ് നിങ്ങൾക്കും പകർന്ന് തന്നു എന്നുള്ളൂ. ഫുള്ള് നമുക്കറിയില്ല, അറിയുന്ന ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ പോണവരൊക്കെ ഒന്ന് അതുപോലെ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇതാണ് അത്യാവശ്യം നല്ല ടോയ്സൊക്കെ ഉണ്ട്. ടോയ്സിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. 1.5 റിയാലാണ് കാണിക്കുന്നത്. അതായത് 1.5 റിയാൽ പറഞ്ഞാൽ 15 ദിർഹംസായി കേട്ടോ. അങ്ങനെ 5 രൂപ എന്ന് പറയുമ്പോൾ 50 ദിർഹംസായി. അങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അങ്ങനെയാണ്, അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്. ഇത് 500 ഫിൽസാണ് ബർത്ത്ഡേൻ്റെ കിറ്റ്, അതായത് 5 ദിർഹംസാണ് വരുന്നത്. അങ്ങനെ എല്ലാതിനും അങ്ങനെ റേറ്റിനനുസരിച്ച് ഇവിടുത്തെ റേറ്റ്, ഒമാനത്തെ റേറ്റ് പറയുമ്പോൾ കുറവാണ്. 1 റിയാലിൻ്റെയൊക്കെ 1/2 റിയാലിൻ്റെയൊക്കെ എന്ന് പറയുമ്പോൾ, പക്ഷേ നമുക്ക് UAE അപേക്ഷിച്ച് കൂടുതലാണ്. അതുപോലെ ഈ ഷോപ്പിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ചെരുപ്പുകൾ, ടോയ്സുകൾ, ഡ്രസ്സുകൾ,
അങ്ങനെ ഇവിടെ ഒമാൻ ഹൽവയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുള്ളവർക്ക് ഒമാൻ ഹൽവ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഞാൻ ഒമാൻ ഹൽവ ഓൾറെഡി കഴിച്ചിട്ട് നല്ല മധുരമാണ്, അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്നു, ഞങ്ങൾ നല്ല ചെറിയ തരുന്നു. അവരുടെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു, ഇടയ്ക്കൊന്ന് കാണാമല്ലോ, നമുക്കതൊക്കെ ഒരു സന്തോഷമല്ലേ, ഓർമ്മയല്ലേ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളതൊക്കെ കഴിഞ്ഞ് വന്നു. പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ബസ് കയറാൻ പോവാണ്. ഇതാ ഞങ്ങൾ ബസ്സൊക്കെ നിൽക്കുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ബസ്സിലൊക്കെ കയറി പോരുകയാണ്. അപ്പോൾ അവർ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത്ത ഒരു പേര്, ഞാനും വേറൊരാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ദുബായിലുള്ള ആൾ. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ അതാണ് കേട്ടോ, ആ കാണുന്ന ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് കേട്ടോ. അതപ്പോൾ ഈ കണ്ട ഈ ഫ്ലാറ്റിൽ ഉണ്ട്, ആ ഫ്ലാറ്റിൻ്റെ വേറെ ബാക്കിൽ തന്നെയാണ് നമ്മളെ ബസ് സ്റ്റേഷൻ കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിനി നേരെ അലൈനിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് വേണ്ട പൈസകളും അതുപോലെ കൊണ്ടുപോകേണ്ട ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയാൽ താമസിക്കാൻ ഇതിനൊരു ബുദ്ധിമുട്ടുമില്ല. ഫുഡൊക്കെ നമ്മളെ റൂമിലേക്ക് തന്നെ വരും, അവർ വന്ന് ഓർഡർ എടുക്കും, നമ്മൾ കൊടുക്കുക. അതുപോലെ ദിറംസ് തന്നെ കൊണ്ടുപോയാൽ മതി. റിയാൽ കൊണ്ടുപോയാൽ നമുക്ക് കണക്ക് കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഞാനൊരു 2 ദിറംസ് 2 രൂപ പറഞ്ഞു വന്നേക്കന്നെ, വെള്ളത്തിന് 2 രൂപ പറഞ്ഞു. ഞാൻ 2 റിയാൽ ചില്ലറ തന്നിട്ടുണ്ടായിരുന്നു റിയാൽ. ഞാൻ ആ 2 റിയാൽ കൊടുത്തു. അപ്പോഴാണ് പറയണത് ഇത് റിയാലല്ല, റിയാൽ പറഞ്ഞാൽ 1 റിയാൽ പറഞ്ഞാൽ 10 ദിറംസാണ്. അപ്പോൾ നമുക്ക് 2 ദിറംസാണ് വെള്ളത്തിന് 1 ദിറംസാണ് വെള്ളത്തിന് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അപ്പോഴാണ് നമുക്കിത് അറിയണത്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ അറിയാത്തവർ റിയാൽ കൊണ്ടുപോകാത്ത ദിറംസ് തന്നെ കൊണ്ടുപോയാൽ മതി. റിയാലാണെങ്കിൽ നമ്മൾ 1 രൂപ എന്ന് പറയുമ്പോൾ 1 പൈസയുടെ റിയാൽ ഉണ്ടാവും, അത് കൊടുക്കുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ തലേ ദിവസം ബസ്സിൽ വന്നവരാരോ ബോർഡറിൽ നിന്ന് ഫോട്ടോ എടുത്തു. ബസ്സിൻ്റെ മുന്നിൽ നിന്നിട്ട് ലേഡീസ് തന്നെയാണ് ഫോട്ടോ എടുത്തത്. അതിന് അവർ 3000 രൂപ എന്തോ ഫൈൻ വേണം പറഞ്ഞ് അവിടെ കുറേ പിടിച്ചതൊക്കെ കുറേ ടൈം അവിടെ അങ്ങനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോണ ബസ്സിൽ വെറും വിസിറ്റിംഗ് പുതുക്കാൻ വന്നവർ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ബസ്സിൽ വേറെയും കുറേ പേരുണ്ട്. ഒമാനിൽ ഇപ്പോൾ പെരുന്നാൾ 28 നോമ്പ് ഞങ്ങളിപ്പോൾ ഈ പോണത്. അപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെ ആയി ഒമാനിൽ. അപ്പോൾ UAEക്ക് അവരെ ഫാമിലിയുടെ അടുത്തേക്കൊക്കെ അവരെ വേറൊരു ഫാമിലി ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വെക്കേഷൻ ഒരു 6 ദിവസത്തെ ലീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഒരു UAEക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ വരികയാണ് പറഞ്ഞു. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു ബസ്സിൽ. അപ്പോൾ എന്തായാലും ആ കുട്ടികൾ നല്ല കമ്പനിയായിരുന്നു. എൻ്റെ കൂടെ 2 കുട്ടികളായിരുന്നു എൻ്റെ ഷീറ്റിൽ. അപ്പോൾ അവർ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറഞ്ഞു. നല്ലൊരു മോളുണ്ടായിരുന്നു, അവൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ അവളുടെ കൂടെ ഒരു മോനും ഉണ്ട്. ഒരു ഉമ്മയും ഉപ്പയും അപ്പുറത്തെ സീറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ 3 ആൾ ഇങ്ങനെ ഒരു സീറ്റിൽ, അങ്ങനെ ഒരു സീറ്റിൽ നമ്മൾ 3 പേർക്കും 2 പേർക്കൊക്കെ ഉള്ള സീറ്റാണ്. അപ്പം ഞാനും ഈ 3 പേരും ഞങ്ങൾ ഈ സീറ്റിലിരുന്ന്. അപ്പോൾ എന്തായാലും അവർ നല്ല കമ്പനിയായിട്ട് നേരം പോയത് തന്നെ അറിഞ്ഞില്ല. 1/2 മണിക്കൂറൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. അപ്പോൾ ഞങ്ങളിപ്പോൾ അലയിൽ എത്തിയിട്ടാണ് അവർ പോവുക. അപ്പോൾ കുറേ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല ഒരു സുന്ദരി കുട്ടികളും ഉണ്ടായിരുന്നു കൂടെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെന്തായാലും അലൈൻ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.